ഹലോ ടാലൻറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്തിനായിരിക്കും അവർ തിരികെ വരുന്നത്? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവർക്ക് സ്റ്റിൽ ഒരു ഹോപ്പ് ഇരിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും വിട്ടെറിഞ്ഞു പോവുകയില്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വ്യക്തി കാരണം തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തി, അതായത് ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തും മറ്റുള്ളവരുടെ ഒപ്പം നിന്നും നിങ്ങളെ മറക്കുന്ന ഒരു രീതിയായിരുന്നു ഈ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും, പക്ഷേ ഇവർ പഴയ പോലെ തന്നെ ആകുന്നു. അതായത് ഒരു കെയറുമില്ല, ഒന്നുമില്ല. ഇവരുടേതായ രീതിയിൽ കുറേ ചെയ്തു കൂട്ടുന്നുണ്ട്. അതായത് ഇവർക്ക് തോന്നുന്നത് മാത്രം ഇവർ ചെയ്യുന്നു. അതായത് ഇവർക്ക് വേണ്ടി, അതായത് ഒരു സെൽഫിഷ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും ഈ വ്യക്തി കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇവർ ചിലപ്പോൾ കാണും, പക്ഷേ ഇവരത് കണ്ടില്ല എന്നിങ്ങനെ നടിക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ എഫേർട്ടുകൾ ഒന്നും അവിടെ ഒന്നുമല്ലാത്ത രീതിയിലാവുന്നു. അതായത് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറേ ചെയ്യുന്നു, പക്ഷേ ഈ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം നിങ്ങൾ വളരെയധികം ഫ്രണ്ട്ലി ആണ്, നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കപ്പിളാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഒരു പുറമേ ഉള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. പക്ഷേ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അതായത് ഈ വ്യക്തിയിൽ നിന്നും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഒരു സമാധാനം തരികയോ, അതായത് ഒരു കെയറോ, ഒരു ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സണെ അല്ലാത്ത രീതിയിലായിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിയില്ല. കാരണം ഇവർ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തി പണ്ടേ മുതലേ ഇപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇത്തിരി സ്നേഹം കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനോ അല്ല. സ്വഭാവക്കാരനോ കാര്യോ അല്ല. അതായത് ഈ വ്യക്തിക്ക് തോന്നുന്നത് എന്താണ് അത് ഇവർ ചെയ്യും, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തെങ്കിലും തിരിച്ചു ചെയ്യണം, അങ്ങനെ ഉള്ളൊരു ചിന്തകളോ ഒന്നും അങ്ങനത്തെ ഒരു ചിന്തകളോ ഒന്നും ഈ വ്യക്തിക്ക് ഇല്ല എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ലവ് ചെയ്യുന്നു, അവരെ കെയർ ചെയ്യുന്നു. ഒന്നും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് പൊതിയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഈ വ്യക്തിയുടേത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് അറിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ എല്ലാവരും ഈ വ്യക്തിയെ ഒരു ഫേക്ക് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കാം കാണുന്നത്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ ആയിരിക്കാം കാണുന്നത്. പക്ഷേ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ ഇവർക്ക് എല്ലാവരോടും, അതായത് കുറച്ച് വ്യക്തികളോട് മാത്രമാണ് ഇവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത് മാത്രമേ ഈ വ്യക്തി കേൾക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അല്ലാതെ അതിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്നോ അതിൽ എന്താണോ ചെയ്യേണ്ടതെന്നോ ഒന്നും ഈ വ്യക്തിക്ക് ഒട്ടും ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് തന്നെയാണ്. അതായത് എന്താ പറയുക,
അതായത് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക, ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത്, ഇത്രയും മതി പറഞ്ഞ് ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത്, എൻ്റെ ആ ഹോപ്പെല്ലാം പോവുകയാണ്, ഞാൻ തന്നെ ഭയങ്കരമായിട്ട്, അതായത് നിങ്ങൾ തന്നെ എല്ലാ ദിവസവും വിഷമിക്കുന്ന രീതിയിലേക്കായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തിക്ക് ഇപ്പോൾ അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രണയബന്ധം എങ്ങനെയാണ് എന്നൊക്കെ ഈ വ്യക്തി പഠിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളെ സ്നേഹിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും, പക്ഷെ അത് ഇവർക്ക് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് ഇപ്പോൾ ദേഷ്യം വരും, ചിലവർക്ക് ചിലപ്പോൾ എപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഈ വ്യക്തിക്ക് ഇമോഷണൽ കണക്ഷൻ വരാനായിട്ട് വളരെയധികം ടൈം എടുത്തു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി എന്താണെന്നും ഈ വ്യക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കേണ്ടതെന്നും ഒക്കെ ഈ വ്യക്തി പഠിച്ചു വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ കാഴ്ച പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് തിരികെ ഈ വ്യക്തി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതൊരു രണ്ടുപേരെയും ഹീൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് മാറും. അതായത് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഒരു സ്നേഹം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു പ്രണയബന്ധത്തിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അതായത് ഫ്യൂച്ചറിലേക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിയെ നിങ്ങൾ കൂടുതലായിട്ട് ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ അതായത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലില്ല. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കിടയിൽ അത് നടക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് ഈ വ്യക്തി വളരെയധികം ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ താൻ തിരിച്ച് സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കാത്തവരെ വിട്ടുകളയുകയും ചെയ്യണം എന്ന് ഈ വ്യക്തി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തി പറയുന്നത് കേൾക്കുന്നത്, അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ വ്യക്തി കേൾക്കില്ല, പക്ഷെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി കേൾക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വളരെയധികം വിഷമമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അത് അവർ റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവരുടേതായ ഒരു പ്രശ്നമാണത്. അതായത് ആ ഒരു കണക്ഷൻ അവർക്ക് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഞാൻ മാത്രം എന്താ അൺലക്കി എന്നൊന്നും നിങ്ങൾ ആലോചിച്ച് വളരെയധികം വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കിടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം ഇവരിച്ചിരി കുറച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ലവ് ചെയ്യാനോ, അതായത് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വെക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ എന്ത് തോന്നിയിട്ടുണ്ടെങ്കിലും ആളത് ഉള്ളിൽ വെക്കും. ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയണം, സ്നേഹത്തോടുകൂടി 2 വാക്ക് പറയണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ആ വായിൽ നിന്ന് ആ ഒരു വാക്കുകൾ വരാനായിട്ട് വളരെയധികം പ്രയാസമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാർഡ്സൊക്കെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ അതൊക്കെ ഓർത്ത് പേടിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കൂ. അതായത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഈ വ്യക്തിയെ മുറുകെ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ. അതായത് വ്യക്തി സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാറാനായിട്ട് അവർ കൂടുതൽ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി തിരികെ വന്നോളും. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ കൂടുതൽ വിഷമിച്ച് ഇതാവുക അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ കാർഡ്സ് പറയുന്നത് വളരെയധികം നന്ദിയുള്ളവരായിട്ടിരിക്കുക. അതായത്
ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹോപ്പ്, നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസിൽ നിന്നും കുറച്ച് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവരിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനായിട്ട് വളരെയധികം ചാൻസും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ ടൈം കൊടുക്കൂ എന്ന് തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ടൈം കൊടുക്കൂ. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.